കേരളത്തിന്റെ പ്രതീക്ഷയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ഈ ദുർഭരണത്തിൽ നിന്നൊരു മോചനം വേണം. ഒരു നല്ല ഭരണം, ജനകീയമായ ജനങ്ങളുടെ ഒരു ഭരണം ഉണ്ടാവണം. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ് ഏറ്റവും പ്രധാനം. ജനകീയ വിഷയങ്ങൾ ചർച്ചയാവുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് ഉൾപ്പെടെ അത്ഭുത വിജയമാണ് കോൺഗ്രസിന് നേടുവാൻ സാധിച്ചത്. എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കോൺഗ്രസ് നേതൃത്വം ഗ്രൗണ്ട് വർക്ക് ഉൾപ്പെടെ നടത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ശ്രീ ഷാഫി പറമ്പിൽ MP. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രതീക്ഷ, കേരളത്തിന്റെ പ്രതീക്ഷയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ഈ ദുർഭരണത്തിൽ നിന്നൊരു മോചനം വേണം. ഒരു നല്ല ഭരണം, ജനകീയമായ ജനങ്ങളുടെ ഒരു ഭരണം ഉണ്ടാവണം. അതിനു വേണ്ടിയുള്ള ജനങ്ങളുടെ വിധിയെഴുത്ത് തന്നെയാണ് ലോക്കൽ ബോഡിയിൽ കണ്ടത്. ഇപ്പോഴാ ഇന്നലെ വിഴിഞ്ഞത്ത് ഉൾപ്പെടെ ജയിച്ചിരിക്കുകയാണ്. അത് ആവർത്തിക്കപ്പെടും. നല്ല ഭൂരിപക്ഷത്തിന് ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങൾ വിജയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇനി വരാം. അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, 100%. എന്തൊക്കെ വിഷയങ്ങൾ, ഈ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ്. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ ഇവരുടെ അഴിമതിയും സ്വജനപക്ഷപാതവും സ്വർണ്ണക്കൊൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതെല്ലാം സജീവമായി ചർച്ചയാവുന്ന ജനകീയ വിഷയങ്ങൾ ചർച്ചയാവുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. തൊഴിലുറപ്പിന്റെ കൂലി ലഭിച്ചില്ല, അതിന് നിലവിലെ പ്രയാസമാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ സംസ്ഥാന വിഹിതം കൂടെ പറഞ്ഞിട്ടതാവുമ്പോൾ പിന്നെ അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. അവരെ പ്രയാസപ്പെടുത്തുക, അവരുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുകയാണ് കേന്ദ്രം. അത് അനുവദിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ സമരം. എന്തായാലും അദ്ദേഹവും പറഞ്ഞു വയ്ക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ ഒരു വിജയം വലിയ പ്രതീക്ഷ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകുന്നത്. വലിയൊരു അട്ടിമറി വിജയം നടക്കും. അതായത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പറഞ്ഞത് 100-ലധികം സീറ്റുകൾ നേടുവാൻ സാധിക്കുമെന്നാണ്. 100, 101 എന്നാണ് പറഞ്ഞത്. ആ ഒരു വിജയ പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.